ജനിച്ച മക്കളൊക്കെ ബേബിയില്ല. 1985 മാത്രം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മലയാളത്തിലെ മഹാകാവ്യമെഴുതിയ ആദ്യത്തെ വനിതയാണ്, കവയത്രിയാണ് സിസ്റ്റർ മേരി ബെനിഞ്ച. കന്യാസ്ത്രീയാണ്. കാലത്ത് എഴുതിയിട്ടുള്ള കവിതകളൊക്കെ അധ്യാത്മിക കവിതകളാണ് ഏറെക്കുറെ. ഗീതാവലി, കവിതാരാമം, മധുമഞ്ജരി, കവനമേള തുടങ്ങി 16 കൃതികളോളം തന്റെ കവിതാകൃതികൾ ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തോട്ടം കവിതകൾ എന്ന പേരിൽ പണ്ടുകാലത്ത് താൻ എഴുതിയിരുന്ന കവിതകൾ സമാഹരിച്ചതിൽ ലോകമേ യാത്ര ഇതിലെ വരിയാണ്. വാസ്തവത്തിൽ ഇതൊരു പുതിയ കാര്യമല്ല ഈ പറയുന്നത്. മരിച്ചിടും ജനിച്ചമർച്ചൊക്കെയും വിവർത്തമീയൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണിതെങ്കിലും ആരും തർക്കം പറയാത്ത സത്യമാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ച് തർക്കം പറയുന്ന ഒരു സത്യം കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. അത് മേരി ബെനിഞ്ചക്കുമുണ്ട്. മരിച്ചതിന്റെ പിമ്പു മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണ് മർത്തിനുള്ള മേന്മയോർക്കനേ. എല്ലാ ജീവജാലങ്ങളും ഇവിടെ മരിച്ചാൽ പിന്നെ ജീവിതമില്ല, അതോടുകൂടെ അതിന്റെ ജീവിതം അവസാനിക്കും. മരിച്ചാൽ പിന്നെ ജീവിതമില്ലാത്ത ബിന്ദുജാലങ്ങളുടെയോ ജീവജാലങ്ങളുടെയോ രൂപം പോരാ മനുഷ്യൻ. ബുദ്ധിമാനായ മനുഷ്യന്, കഴിവുറ്റ മനുഷ്യന്, ലോകത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണെങ്കിൽ ഈ മനുഷ്യന് മരണത്തോടുകൂടി അവന്റെ എല്ലാം അവസാനിച്ചു വന്നാൽ പിന്നെന്ത് സ്ഥാനമാണുള്ളത്, പിന്നെന്ത് പദവിയാണുള്ളത്? മനുഷ്യന് വേണ്ടിയാണ് ലോകം പടക്കപ്പെട്ടത്, മനുഷ്യന് വേണ്ടിയാണ് പ്രപഞ്ചം പടക്കപ്പെട്ടത്. ഇത് ലോകത്തെല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് തന്നെ ഇത് ബോധ്യപ്പെടും. മനുഷ്യനായ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ സത്യമുണ്ട്. മനുഷ്യനെ നിമിഷനേരം കൊണ്ട് കടിച്ചു കയറി മാന്തി കിളർത്ത് കളയാൻ കഴിവുറ്റ ജീവികൾ വരെ ജീവികളുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ സമീപത്തു തന്നെ. പക്ഷേ ഈ ജീവികളെ വരെയും തന്റെ ചൊൽപ്പടിയിൽ നിർത്തി നിയന്ത്രിക്കാൻ മനുഷ്യന് പറ്റുന്നുണ്ട്. മനുഷ്യനാഭാവത്തിലാണ് അവന്റെ നിൽപ്പും. ലോകത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ. ഈ മനുഷ്യനും മരിച്ചതിന് ശേഷം അവനും മണ്ണായി പോവുകയും പിന്നെ ജീവിതവുമില്ലെങ്കിൽ പിന്നെന്തരാർത്ഥമാണുള്ളത്? സിസ്റ്റർ മേരി ബെനിഞ്ച നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾ വിശ്വസിച്ചു വരുന്ന വിശ്വാസത്തെ പോലെ തന്നെയാണ് അവർക്കും ഇതിലുള്ള വിശ്വാസം. മരിച്ചിടും, എല്ലാവരും വരും. തിരിച്ചിടേണ്ട വാസവം ധരിച്ചിടാതെ പോഷിയം മുരച്ചുമാം ഹസിച്ചിടേണ്ട സംശയിച്ചിടേണ്ട നീ. ഒരിക്കലിൽ പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്കു വന്നു തട്ടുമെന്നു വിശ്വസിച്ച പൂർണ്ണമായി. നേരിട്ട് നീ അനുഭവിക്കപ്പെടേ. ലോകത്ത് ജനിച്ചവരൊക്കെ മരിക്കുമെന്നത് നീ എല്ലാവരിൽ നിന്നും കേൾക്കുന്നതാണ്, എല്ലാവരാലും കേൾക്കപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാവുന്ന ഈ പരമാർത്ഥം. പക്ഷേ നിനക്ക് ശരിക്ക് ബോധിക്കണമെങ്കിൽ നിന്റെ മനസ്സിന്റെ അകത്ത് ഇത് വരണം, നിനക്കിത് അനുഭവിക്കണം. ഈ അനുഭവിക്കുന്ന നേരത്തിൽ എനിക്കിത് ബോധ്യപ്പെട്ടു. പക്ഷേ അന്ന് ബോധ്യപ്പെട്ടിട്ട് ഫലമില്ല. അതിന് മരണത്തെക്കുറിച്ച് ചിന്ത എന്ന് പറയുകയില്ല. മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഹൃദയത്തിനകത്ത് ബോധമുണ്ടാകണം. അനുഭവിച്ചുകൊണ്ടറിയുന്ന അറിവിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. അനുഭവിച്ചറിയുന്ന പരമയാഥാർത്ഥ്യമായ അറിവിനെ സംബന്ധിച്ചിടത്തോളം വലിയ അർത്ഥമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറിഞ്ഞിട്ട് പ്രയോജനവുമില്ല. മരണത്തെക്കുറിച്ചുള്ള ബോധവും ഉറപ്പും മരണത്തെക്കുറിച്ചുള്ള ചിന്തയും നമുക്ക് വരുന്നത് മരിക്കുന്ന സമയത്താണെങ്കിൽ ഒരിക്കലും ഫലമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. മരണം പൂർണ്ണമായി ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ ഒരാൾ പശ്ചാത്തപിച്ചിട്ട് പോലും കാര്യമില്ല. തൗബയുടെ വാതിലടക്കപ്പെടുന്ന സമയമാണ്. പക്ഷേ അതിന്റെ മുൻപ് വേണം അറിയിക്കാൻ, അതിന്റെ മുൻപ് വേണം നമുക്കത് മനസ്സിലാക്കാൻ, അതിന്റെ മുൻപ് വേണം ഈ ബോധം നമ്മിൽ വരാൻ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ. ഇതിനെന്താണ് മാർഗം? ഏറാകത്തൊന്നും പോകണ്ട. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ ചോദിച്ചിട്ടും പോകുന്നില്ലെങ്കിൽ അപ്പുറത്ത് വലിയവരിലേക്ക് ആലോചിച്ചോ. പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ? പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി തിരിഞ്ഞു പോയി ജഡം ക്രമാൻ. പടുക്കളെന്ന് പേരുകേട്ട എത്രയോ ആളുകൾ, വമ്പന്മാർ, ശൂരന്മാർ, വീരന്മാർ, കഴിവുറ്റവർ, ധനികന്മാർ, പ്രമാണിമാർ നമ്മുടെ ലോകത്ത് തന്നെ നമ്മൾ എണ്ണിയാൽ എത്ര വലിയ 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 ആളുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പേരെടുത്ത ആളുകൾ, സാമൂഹിക രംഗത്ത് പേരെടുത്ത ആളുകൾ, സാമുദായിക രംഗത്ത് പേരെടുത്ത ആളുകൾ, ശക്തി കൊണ്ട് പേരെടുത്ത ആളുകൾ, ധനം കൊണ്ട് പേരെടുത്ത ആളുകൾ, ശൂരത്വം കൊണ്ട് പേരെടുത്ത ആളുകൾ, യോദ്ധാവെന്ന നിലയ്ക്ക് പേരെടുത്ത ആളുകൾ, ലോകത്ത് പേരെടുത്ത വലിയ 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 ആളുകളുണ്ട്. അവരുടെയൊക്കെ ചരിത്രം അവശേഷിക്കുന്നുണ്ട്. ചരിത്രത്തിലുള്ള വീരപുരുഷന്മാർ, ഒരു വേള ചരിത്രം രചിച്ച വീരപുരുഷന്മാർ, അത്രയും വലിയ പുരുഷന്മാരൊക്കെ ഉണ്ടായിട്ട് എവിടെ പോയി?
പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്തു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ? എന്താ സംഭവിച്ചത്? അവർക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ് ജീവിച്ചു കഴിഞ്ഞു എന്നത് കഴിഞ്ഞാൽ അവരും ഈ ലോകത്ത് നിശ്ചയിക്കപ്പെട്ട സമയത്തിനപ്പുറം ഒരു സെക്കൻഡ് പോലും ഈ ലോകത്ത് നിലക്കൊണ്ടിട്ടില്ല. എത്രയെത്ര വലിയവർ ഈ ലോകത്ത് കഴിഞ്ഞുപോയി. മെരീബനിന്റെ കോർക്കാനുള്ള ചിലരുണ്ട്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും. അമർന്നുപോയി കാലചക്രവിഭ്രമത്തിലെങ്കിൽ നമുക്കു പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലിതിൽ. മാറാനൊന്നുമില്ല. ലോകത്ത് പേര് കേട്ട സീസർ ചക്രവർത്തി. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും. ഇത് നമുക്കറിയപ്പെടുന്ന ഒരു പ്രയോഗമായി വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സീസർ ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്നതിനപ്പുറം ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മൾ പതിപ്പിക്കുന്ന മറ്റൊരു ശക്തിയാണ് സീസർ. സീസർക്കുള്ളത് സീസർക്കും. ഭരണകർത്താക്കളുടെ കൂട്ടത്തിൽ പേരെടുത്ത സീസർ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ല. എന്തു സംഭവിച്ചു? ഒടുക്കം സംഭവിച്ചതെല്ലാവർക്കും സംഭവിക്കുന്നത് തന്നെ. അവയവങ്ങൾ മുഴുക്കെ ചലനമറ്റു, ശബ്ദം നിലച്ചു, വായു നിലച്ചു, ശ്വാസം നിലച്ചു, മണ്ണിനടിയിലെ ചാരമായി മാറിക്കഴിഞ്ഞു. അവശേഷിക്കാത്ത കഥാനായകനായി മാറി. കഥയിൽ മാത്രം ജീവിക്കുന്നു, ചരിത്രത്തിൽ മാത്രം ജീവിക്കുന്നു. പേരുകേട്ട കവിയാണ് ഹോമർ. ഹോമർ ഇവിടെയില്ല. സമത്വമറ്റ സോളമൻ, ദാവീദ് രാജാവിന്റെ പുത്രൻ സോളമൻ. സിസ്റ്റർ മേരി ബെനീജയ്ക്ക് സോളമനെ കുറിച്ചറിയാം. നമുക്കുമറിയാം സോളമനെ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ശക്തനായ സോളമൻ രാജാവ്. ദുനിയാവ് മുഴുക്കെ അടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരുണ്ടെന്ന് അത്ര പ്രബലമല്ലെങ്കിലും ഒരു ഹദീസിൽ റിപ്പോർട്ട് വരുമാർ ലോകത്താസകലം ഭരിക്കുവാൻ പറ്റുന്ന വിധം സാമ്രാജ്യം വികസിച്ച ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന സോളമൻ ചക്രവർത്തി സുലൈമാൻ നബി അലൈഹിസ്സലാം മനുഷ്യനെയും ഭൂതത്തെയും മൃഗങ്ങളെയും ജന്തുക്കളെയും ഒക്കെ അടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം നിമിഷ നേരം കൊണ്ട് താൻ ആഗ്രഹിക്കുന്ന എന്തും ദുനിയാവിന്റെ അകത്തേത് തന്റെ മുന്നിൽ വരുത്താൻ വേണ്ടി സാധിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം. നമുക്ക് സിസ്റ്റർ മേരി ബെനീജയേക്കാൾ ഒരു പദവ് കൂടി നന്നായി അറിയാം സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ. റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി. എന്റെ ശേഷം ഒരാൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത, ഒരാൾക്കും കൈവശപ്പെടുത്താൻ സാധിക്കാത്ത അധികാരം നീ എനിക്ക് താനാഥ. വേറെ ഒരധികാരിക്കും എന്റെ ശേഷം വരാൻ സാധ്യമല്ലാത്ത, വേറെ ഒരു രാജാവിനും എന്റെ ശേഷം എത്തിപ്പിടിക്കാൻ പറ്റാത്ത രാജാധികാരം എനിക്ക് നീ താനാഥ എന്ന് പരിശുദ്ധ ഖുർആൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഉദ്ധരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും തന്റെ രാത്രിയുടെ യാമത്തിനകത്തുള്ള നിശാനമസ്കാരം നാശപ്പെടുത്തുവാൻ വേണ്ടി വന്നിരിക്കുന്ന പിശാചിനെ കൈപ്പിടിയിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അയാളെ കെട്ടിയിടാൻ വേണ്ടി, ഈ ഭൂതത്തെ കെട്ടിയിടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും അവസാനം അല്ലാഹുവിന്റെ റസൂൽ പ്രഭാതത്തിൽ സ്വഹാബാക്കളോട് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുമ്പോൾ എന്റെ നമസ്കാരം നശിപ്പിക്കാൻ വേണ്ടി, നാശപ്പെടുത്താൻ വേണ്ടി എന്റെ മുൻപിൽ വന്നെത്തിയ ആ ഭൂതത്തെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുവാൻ വേണ്ടി എന്റെ കയ്യിൽ പിടിച്ചു കെട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു, അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ സുലൈമാൻ, എന്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുള്ള പ്രാർത്ഥന ഞാൻ ഓർത്തുപോയി. റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി. എന്റെ ശേഷം ഒരാൾക്കും കിട്ടാത്ത രാജാധികാരം പടച്ചവനെ നീ എനിക്ക് തരണമെന്ന ആ പ്രാർത്ഥന. അപ്പൊ സുലൈമാൻ നബിയുടെ അധികാരപരിധിയിൽപ്പെട്ട ജിന്ന്, അതിന് ഞാൻ പിടിച്ചു കെട്ടിയാൽ ജിന്നിനെ ഭരിച്ച രാജാവെന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ നിസ്തുലമായ ഖ്യാതി സിസ്റ്റർ മേരി ബെനീജ പറഞ്ഞ പോലെ സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും. വിജ്ഞാനിയായ പണ്ഡിതനായ അല്ലാഹുവിന്റെ പ്രവാചകർ എന്നുകൂടി നമ്മൾ വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, സമത്വമറ്റ തുല്യതയില്ലാത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം, ആ അധികാരം എനിക്കും വന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് പിന്നെ അതൊരു കുറവാണ്. എനിക്കും ജിന്നിന്റെ മേൽ അധികാരമുണ്ടെന്ന് വന്നാൽ ഞാൻ പെട്ടെന്ന് വിട്ടൊഴിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുലൈമാൻ നബി നിമിഷ നേരം കൊണ്ട് യമനിൽ കിടക്കുന്ന ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം, വലിയ സിംഹാസനം, 80 മുഴം നീളമുള്ള സിംഹാസനം, 4 മുഴം വീതിയുള്ള 40 മുഴം വീതിയുള്ള സിംഹാസനം, 30 മുഴം ഭൂമിയിൽ നിന്ന് ഉയരമുള്ള സിംഹാസനം, 7 റൂമുകളുള്ള സിംഹാസനം, സ്വർണ്ണം കൊണ്ടും വെള്ളി കൊണ്ടും പണികഴിച്ച നിർമ്മിതമായ സിംഹാസനം,
മാണിക്യം കൊണ്ടും പവിഴം കൊണ്ടും മുത്തുകൾ കൊണ്ടും അലങ്കൃതമായ സിംഹാസനം. ഈ സിംഹാസനത്തിന്റെ വലിയ മഹത്വം വിവരിച്ചുകൊണ്ട് ഹുദ്ഹുദ് എന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അഹൂർ എന്ന കിളി വന്ന് വിവരിച്ചപ്പോൾ ആ സിംഹാസനം ബിൽഖീസിനാക്കി തന്റെ മുൻപാകെ എത്തുന്നതിന് മുൻപ് അനുനിമിഷത്തോടുകൂടെ ഇവിടെ എത്തിക്കുന്നവരാർ, അനുനിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തിക്കുന്ന ആളാർ, നിർദ്ധാർത്ഥത്തിനുള്ളിൽ ഇവിടെ എത്തിക്കുന്ന ആളാരെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാം, നിങ്ങൾ കണ്ണുയർത്തിയാൽ കണ്ണ് തുറന്നാൽ ആ കണ്ണടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മുൻപിൽ ആ സിംഹാസനം ഞാൻ കൊണ്ടുവരാമെന്ന് അല്ലാഹു വേദജ്ഞാനം നൽകിയ മഹാനായ ഒരു അനുയായി പറഞ്ഞപ്പോൾ ഈ അനുയായിക്ക് മേലും രാജാധികാരിയായിട്ടുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ ആ ഉടനെ തന്നെ ഇമ വെട്ടുന്നതിന് മുൻപ് തന്നെ തന്റെ കൺമുൻപിൽ സിംഹാസനം കണ്ടപ്പോ അല്ലാഹുവിനെ സ്തുതിയർപ്പിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ സിംഹാസനത്തിന്റെ ആതിഥേയായ ബിൽഖീസിനാക്കി കൊടുത്തയക്കുന്ന 500 ഇഷ്ടിക കട്ടകൾ, സ്വർണത്തിന്റെ ഇഷ്ടികകൾ, ഈ ഇഷ്ടികകൾ 500 സ്വർണത്തിന്റെ ഇഷ്ടികകൾ ഒന്നിച്ച് ഒരു വലിയ സംഘത്തോടൊപ്പം കൊടുത്തയക്കുന്നുവെന്ന വിവരം കിട്ടിയപ്പോഴേക്കും 9 ഫർസഖ്, ഒരു ഫർസഖ് ഒരു കാത ഏതാണ്ട് 8 കിലോമീറ്റർ, 9 ഫർസഖ് 72 കിലോമീറ്റർ, 72 കിലോമീറ്റർ ഒന്നാകെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകളെ കൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള മൈതാനം, ഗ്രൗണ്ട് തന്നെ തയ്യാറാക്കാൻ നിമിഷനേരം കൊണ്ട് തന്റെ കീഴിലുള്ള പ്രജകൾക്ക് നിർദ്ദേശം നൽകിയപ്പോൾ, ജിന്നുസേനയ്ക്ക് നിർദ്ദേശം നൽകിയപ്പോൾ, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അവിശ്വസനീയമായ ഇതിലൊന്നുമില്ല. വിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് ഇത് നിരാകരിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള പരമസത്യം, നിമിഷ നേരത്തേക്ക് 72 കിലോമീറ്റർ സ്വർണത്തിന്റെ ഇഷ്ടികളെ കൊണ്ട് ഗ്രൗണ്ട് പണിയാൻ നിർദ്ദേശം നൽകിയപ്പോഴേക്കും ഗ്രൗണ്ട് പണിത് കിട്ടിയ ലോകത്തെ സമർത്ഥമറ്റ സോളമൻ രാജാവ് സുലൈമാൻ നബി അലൈഹിസ്സലാം 72 കിലോമീറ്റർ സ്വർണം ലോകത്ത് അല്ലാഹു പടച്ച ജീവികളിൽ നിന്ന് കൗതുകമുള്ള ജീവികളെയും ജിന്നുകളെയും ഇൻസുകളെയും ബിൽഖീസ് രാജ്യം പരിഹാരവും പരിവാരവും വരുമ്പോ ഒട്ടാകെ അവരെ അന്തിച്ചു നിർത്തുവാനും അവരെ പരിഭ്രമിപ്പിക്കുവാനും വേണ്ടി വരിവരിയായി സ്വീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം പക്ഷേ നിലക്കൊണ്ടോ ഇല്ല. അല്ലാഹു നിശ്ചയിച്ച് അയച്ചു കഴിഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം സുലൈമാൻ നബിയോ ഈസറും ഹോമറും സോളമനും സിസ്റ്റർ മേരി ബെനീജയുടെ കവിതയിലുള്ള വലിയ ആളുകൾ, നമ്മുടെ രാജ്യത്തെ മൂപ്പന്മാർ, നമ്മുടെ ഈ പ്രദേശത്തെ പ്രമാണിമാർ, പേരെടുത്ത വലിയ വലിയ പ്രമാണിമാർ, മലബാറിൽ തന്നെ പഴയ കാലത്തെ നമ്മുടെ കഥകളിൽ വരുന്ന ധീരന്മാരായ പ്രമാണിമാർ, എത്രയെത്ര വലിയ വലിയ പ്രമാണിമാർ, ലോകത്ത് വലിയ സ്വർഗം തന്നെ വലിയ പ്രമാണിമാർ വിശുദ്ധ ഖുർആനിൽ ഇതേപോലെ നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالباد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب. വിശുദ്ധ ഖുർആൻ സിസ്റ്റർ മേരി ബെനീജയുടെ പദ്യങ്ങൾ അതിലേറെ ഇമ്പമാർന്ന ശൈലിയിൽ അല്ലാഹു തആല പറയുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് എന്ന വിഭാഗത്തെയും ആദ് എന്ന ഉപാപ്പയുടെ ഗോത്രത്തെയും ഈ ലോകത്ത് അല്ലാഹു തആല ചെയ്തതും കാണിച്ചതുമെന്ത് തങ്ങളറിയില്ലേ? തങ്ങൾക്കറിയില്ലേ? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫത്തിൽകാദ്, നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് നോക്കൂ, അതാ കാണുന്നു ആദ് വിഭാഗം പാർത്തിരുന്ന പ്രദേശം. ഈ ആദ് എവിടെ പോയി? അല്ലാഹു എന്തവരെ കൊണ്ട് കാണിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? വിശുദ്ധ ഖുർആൻ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള ഈ മാസത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, സംസാരിക്കുന്ന വാഗ്മിയായ ബോധകന്റെ നാട്ടിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, അതായത് സംസാരിക്കുന്ന പണ്ഡിതന്മാരുടെ നാട്ടുകളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആ വിശുദ്ധ ഖുർആൻ, അതിനെ അല്ലാഹു തആല എന്ത് ചെയ്തു നിങ്ങൾ അറിയില്ലേ നബിയേ? ആദിന്റെ മകൻ ശബ്ദാതുണ്ടാക്കിയ ഇറമു എന്ന ആ ലോകത്തെ സ്വർഗം, ആ സ്വർഗത്തെ അല്ലാഹു തആല എന്ത് ചെയ്തുവെന്നറിയില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ചോദിക്കുന്നു, ലാത്തിൽ ഇമാദ്, വൻ തൂണുകളെ കൊണ്ട് പടുത്തുയർത്തപ്പെട്ട മഹാസ്വർഗം,
التي لم يخلق مثلها في البلاد التي لم يخلق مثلها في البلاد. നാട്ടിലെങ്ങും അതിന് തുല്യമായ ഒരു സ്വർഗം, നാട്ടിലെങ്ങും അതിന് തുല്യമായ ഒരു നഗരം അതിനു മുൻപ് പടക്കപ്പെട്ടിട്ടേയില്ല. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന നഗരം ഏതെന്നൊരു ഭൂമികളിൽ എവിടെയോ ഇറമെന്ന് പറയുന്ന ഒരു വലിയ സ്വർഗം, ആദെന്ന് പറയുന്ന മഹാമനുഷ്യന്റെ നേരെ മകൻ സദ്ദാദ് പടുതീർത്തിയിരുന്ന സൗധം സ്വർഗം തന്നെ. സാക്ഷാൽ ദുനിയാവിന്റെ അകത്ത സ്വർഗം ഏതെനിന്റെ സ്വർഗമാണ് ഖുർആൻ പറയുന്ന സ്വർഗം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. മുസ്ലിങ്ങളാണവരെങ്കിലും ഏതെനിലുള്ള സ്വർഗം എന്ന് പറയുന്ന സ്വർഗം ശദ്ദാദിനെ പോലുള്ള ആളുകൾ എടുപ്പിച്ച സ്വർഗം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നശിപ്പിച്ച സ്വർഗം. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. നാട്ടിലെങ്ങും ആ സ്വർഗത്തിന് തുല്യമായ, ആ നഗരത്തിന് തുല്യമായ ഒരു നഗരമില്ല. വലിയ സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് പണ്ടുള്ളവരിൽ നിന്ന് കേട്ടിട്ട്, തന്റെ മുൻപുള്ളതായ പ്രവാചകന്മാരിൽ നിന്ന് കേട്ടിട്ട്, ആദിന്റെ മകൻ ഷദീദിൽ നിന്ന് കൂടി കൂട്ടുഭരണത്തിൽ നിന്നും സഹോദരൻ മരിച്ചപ്പോൾ ലോക സാമ്രാജ്യത്തിന്റെ ഭരണം, അറബികൾ പറയുന്നത് ലോകത്തിന്റെ ഭരണമെന്നാണ്. ലോകമൊട്ടാകെ ഭരിച്ചു എന്നതിന് ചരിത്രത്തിന്റെ പിൻബലമില്ലെങ്കിലും ലോകരാജാവെന്ന് പറയുമാ ലോകപ്പോലി. നമ്മളിപ്പോ പറയല്ലോ ക്ലിന്റൺ ലോകപ്പോലി, ലോക പോലീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പോലീസായിട്ടല്ല, എന്നാൽ തത്വത്തിൽ ലോകത്തിന്റെ പോലീസായ വേഷമാണ്, പരിവേഷമാണ്. ഇതുപോലെ ലോകത്തിന്റെ ചക്രവർത്തിയാകുമാർ ലോകം ഭരിച്ചിരുന്ന ശദ്ദാദ്, ആദിന്റെ മകൻ ശദ്ദാദ്, ഈ ശദ്ദാദ് പണി കഴിപ്പിച്ച സ്വർഗം 300 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി, എത്രയോ ആയിരങ്ങൾ വർക്ക് ചെയ്തതിന്റെ ഫലമായി ലോകത്ത് രൂപം കൊണ്ട സ്വർഗം അതാണ് ഇറം. വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു, ആ ഇറം എന്ന സ്വർഗം എവിടെ പോയി? അല്ലാഹു തആല എന്ത് ചെയ്തു? ഇറം എന്ന സ്വർഗത്തെ കൊണ്ട് അരുവികൾ അതിലുണ്ട്, ആറുകൾ അതിലുണ്ട്, സൂര്യകൾ അതിലുണ്ട്, വൃക്ഷങ്ങൾ അതിലുണ്ട്. എല്ലാവിധ പുഴകളെക്കുറിച്ചും കേട്ടിട്ട് ആ വിധ പുഴകളൊക്കെ ഉണ്ടാക്കപ്പെട്ടിരുന്ന ഒരു വലിയ സ്വർഗം, വലിയ ഒരു കെട്ടിടം, വലിയ ഒരു നഗരം. ആ നഗരന്റെ അകത്ത് എല്ലാവരുമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു കലാബ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിൽപ്പെട്ട സ്വഹാബികൾക്ക് ശേഷം വന്ന ഒരു മഹാൻ ഈ പ്രദേശത്തെത്തുകയും ആ പ്രദേശത്തെ എല്ലാ വസ്തുക്കളും കാണുകയും ചെയ്തുവെന്ന് ചരിത്രം വിവരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭൂമികളിൽ എവിടെയോ നശിച്ച് മണ്ണടിഞ്ഞ് കിടക്കുന്ന, അവശിഷ്ടം പോലും കാണാത്ത വിധം കിടക്കുന്ന ഇറം. നമ്മൾ കാണുന്ന കാസറ്റിലൊന്നും തൊട്ട് കാണൂല. ഈ ഇറം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ചോദിക്കുന്നത്. ദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. നാട്ടിലെങ്ങും കാണാത്ത, വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ആദിനെയാണെന്നുമുണ്ട്. ആദ് എന്ന് പറയുന്ന ഗോത്രം തന്നെ അങ്ങനെയാണ്, ജനം തന്നെ, പണ്ടത്തെ ജനത്തിൽ അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അവർക്ക് തുല്യരായി ലോകത്ത് മനുഷ്യരെ പടക്കപ്പെട്ടിട്ടില്ല. അത്ര വലിയ മനുഷ്യർ. 400 മുഴമാണ് ആദ് ഗോത്രത്തിലെ ഒരു മനുഷ്യന്റെ നീളം. 400 മുഴം. 4 മുഴ നമ്മളൊക്കെ നീളം. അവനവന്റെ കയ്യിന് 4 മുളം. ഈ 4 മുഴത്തിൽ നിന്ന് വിട്ട് 400 മുഴം ശരാശരി ഒരു മനുഷ്യന്റെ കൈമുടത്തിന് അളന്നാൽ 400 മുഴത്തിന്റെ നീളമുള്ള മനുഷ്യരാണ് ആദിന്റെ മനുഷ്യൻ. വലിയ കല്ലുകൾ കൊണ്ടുവന്നിട്ടാൽ ഒരു സദസ്സിനെ ഒന്നാകെ പെട്ടെന്ന് നശിപ്പിക്കുമാറുള്ള പാറകൾ സ്വന്തം ഒരാൾക്ക് കൊണ്ടുവന്ന് ഒരു സദസ്സിന്റെ മേലിടാൻ മാത്രം ശക്തി അല്ലാഹു തആല നൽകിയിരുന്ന വിഭാഗം വിശുദ്ധ ഖുർആൻ ഇത് പഠിപ്പിക്കുന്നുണ്ട്, ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ ചോദിച്ചിട്ടില്ലേ, ഇവരാൾ എന്ത് ചെയ്തു? വസമൂദല്ലദീന ജാബു സ്വഖ്റ ബിൽ വാദ്. പാറകൾ കഷ്ണിച്ചിട്ട് വീടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന, അത്രയും ശക്തിയുണ്ടായിരുന്ന വലിയ വിഭാഗം. കയ്യിന്റെ വിരലുകളെ കൊണ്ട് പാറയിൽ വരച്ചാൽ പാറ പിളർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമാർ ശക്തിയുള്ള മനുഷ്യന്മാർ. ഖുർആൻ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കഥ പാറകൾ കീറിയിട്ട് വലിയ വലിയ വീടുകൾ, വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ, പർവ്വതങ്ങൾ, കല്ലുകൾ തുറന്നിട്ട്, കൈകൊണ്ട് തുറന്നിട്ട് വീടുണ്ടാക്കാൻ കഴിവുള്ളവരായിരുന്നു നിങ്ങൾ എന്ന് അവരുടെ പ്രവാചകന്മാർ അവരെ ഉദ്ബോധിപ്പിച്ചതും ചോദിച്ചതും ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ആ ജനതയെ കൊണ്ട് അല്ലാഹു എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് തങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ? എന്താ? ഒന്നുമില്ല. വഫിർഔന ദിൽ ഔതാദ്. അതിന്റെയും മീതെ ഫിർഔൻ, ഫറോവ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ഫറോവ. ദിൽ ഔതാദ്, ആണിക്കാരൻ ഫറോവ. തന്നെ സമ്മതിക്കാത്ത ആളുകളെ ആലുകൊണ്ട് തറച്ചിട്ട് വധിക്കുകയും പിന്നീട് കുരിശിക്കുകയും ചെയ്യുന്ന, കുരിശിലേറ്റുകയും ചെയ്യുന്ന ഫറോവ. ആ ഫറോവയെ അല്ലാഹു തആല ചെയ്തത് എന്താണെന്നറിയില്ലയോ? വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. എന്താണ് ഇവർക്കൊക്കെ പറ്റിയത്? ഭൂമിയിൽ അവർ അതിക്രമകാരികളായി.
ഭൂമിയിൽ അവർ ധിക്കാരികളായി. ഭൂമിയിൽ നീതിയുടെ സീമകൾ മുഴുവൻ അവർ ലംഘിച്ചു. ധർമ്മത്തിന്റെ അതിരുകൾ മുഴുവൻ അവർ ലംഘിച്ചു. നീതിയുടെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ജീവിച്ചപ്പോ തുകയാൻ അതിക്രമിച്ചുകൊണ്ട് ജീവിച്ചപ്പോ അല്ലാഹു അവരെ എന്ത് ചെയ്തു? അള്ള പറഞ്ഞത് ശിക്ഷയുടെ ചാട്ട അല്ലാഹു അവർക്ക് നേരെ ചെയ്തു. ശിക്ഷ കഴിഞ്ഞിട്ടില്ല, അവർ അർഹിക്കുന്ന ശിക്ഷ വരുന്നുള്ളൂ. ഇവിടെ വെച്ച് ചെയ്തതിനൊക്കെ അല്ലാഹു തആല ഈ ദുനിയാവിന്റെ അകത്ത് നിന്ന് എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഭൂമുഖത്ത് ഒരാളെയും അല്ലാഹു അവശേഷിപ്പിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹു തആല ഇവിടെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ശിക്ഷിച്ച. വിശുദ്ധ ഖുർആൻ പറയുന്നത് അതിക്രമകാരികളായ അവർക്ക് നേരെ അല്ലാഹു തആല ചൊരിയുന്നത് ശിക്ഷയുടെ ചാട്ട. ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ്, വിചാരണ പോലും ചെയ്യുന്നതിന് മുൻപ്, പ്രതികളെ കൊണ്ടുവന്നാൽ, കുറ്റവാളികളെ കൊണ്ടുവന്നാൽ ആദ്യം അവർക്ക് നൽകുന്നതും കുറ്റം സമർപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്നതുമാണ് ചാട്ടയുടെ പ്രഹരം. അല്ലാഹു തആല പറയുന്ന ഇതാണ് ശിക്ഷയുടെ മുന്നോടിയായി നൽകപ്പെടുന്ന ചാട്ടയുടെ പ്രഹരമേ അവരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഈ തരം പ്രഹരം ലോകത്തിനെയും ആവർത്തിക്കപ്പെട്ടാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താകും? അതിക്രമത്തിന്റെ പേരിൽ ആദിനെ നശിപ്പിച്ച അല്ലാഹു, അതിക്രമത്തിന്റെ പേരിൽ സമൂഹനെ നശിപ്പിച്ച അല്ലാഹു മുത്തനബിയുടെ സമുദായമായ നമ്മയും അതിക്രമങ്ങളുടെ പേരിൽ ശിക്ഷിക്കുന്നുവെങ്കിൽ പണ്ടുള്ളവർ ചെയ്തതിലപ്പുറം അതിക്രമമാണ് നമ്മുടെ രാജ്യത്തൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉറുതി കേൾക്കാൻ വരുന്നവർക്ക്, വാത് കേൾക്കാൻ വരുന്നവർക്ക് നല്ല പോലെ ബോധിക്കൂല. ഫോണുകളിലും മുക്കുകളിലും നഗരങ്ങളിലും മങ്ങാടുകളിലും റോഡുകളിലും നഴിഞ്ഞാട്ടങ്ങൾ, മനുഷ്യർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളും സമ്മാരിത്തങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കോലം മറിക്കുന്ന ശിക്ഷ ഇറങ്ങുന്നിടത്തെത്തിയിരിക്കുകയാണ്. യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ രാവ് ഉറക്ക ഉറച്ചുകൊണ്ടിരിക്കും. അലാ അഖിലിം അലാ ത്വഅമിൻ വശുർബിൻ, തീറ്റാകുടി, ഭോഗം, വിനോദം, കളി, ഇതിൽ മാത്രം രാവ് മുഴുക്കെ രാത്രി മുഴുക്കെ വിനോദത്തിലും കളിയിലും ഏർപ്പെട്ടുകൊണ്ട് കുടിച്ചും മതിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ വരുമ്പോ പിറ്റേന്നാൾ ഒരിക്കൽ കേൾക്കാവ് ഒരു പ്രഭാതത്തിൽ ഇന്നാലിന്റെ ഗോത്രക്കാരെ തകിടം മറിച്ചിരിക്കുന്നു, ഇന്ന വീട്ടിലുള്ളവരെ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തപ്പെട്ടിരിക്കുന്നു, ഇന്ന കുടുംബത്തിലെ ഇന്ന ആളെ ഇതാ കൊരങ്ങാക്കി മറിച്ചിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്ന ഹദീസാൻ, ഹാക്കിം നിവേദനം ചെയ്ത സുദീർഘമായ ഹദീസിന്റെ വചനമാണ്. അത്തരം ആളുകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന നിമിത്തം ലോകത്തെ ഒട്ടാകെ നശിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടിയതുകൊണ്ടാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. എന്നാലും അപൂർവം ചില ഗോത്രങ്ങളിൽ ഹവാസ, ചില വീട്ടുകാർക്ക്, ചില കുടുംബങ്ങൾക്ക്, ചില ആളുകൾക്ക് മാത്രം ഇത് സംഭവിക്കാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അപകടങ്ങൾ വരാ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അടുത്തുള്ളവർക്കും ചിലപ്പോൾ സംഭവിക്കും. അത്തരത്തിൽ നമ്മെ അല്ലാഹു തആല അപകടത്തിൽപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ആ തരം ആളുകളൊക്കെ വരുമ്പോഴും അല്ലാഹു തആല പണ്ടുള്ളവർക്ക് നൽകിയിരിക്കുന്ന ആ ചാട്ടയുടെ പ്രഹരം മുന്നോടി മാത്രം നമുക്ക് നൽകിയിരുന്നെങ്കിൽ എന്തായി പ്രഹരം? 8 പകലുകളും 7 രാത്രികളും നിരന്തരം അടുക്കി വീശിയ ശക്തമായ കാറ്റ്, ഗുണം കെട്ട കാറ്റ്, യാതൊരു നന്മയും കൊയ്യാത്ത കാറ്റ്, ഇന്ന് മാത്രം വിതക്കുന്ന കൊടുങ്കാറ്റ് 8 പകലും 7 രാത്രികളും നീണ്ടു നിന്നപ്പോൾ ആ ജനങ്ങൾ നിശേഷം സമൂലം മുച്ചൂടും നശിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നു. ഏത് വിഭാഗം? ആദ് വിഭാഗം. ഖുർആൻ പറഞ്ഞ സമൂദ് വിഭാഗം. ഒരൊറ്റ ശബ്ദം, ഈ ഒരു ശബ്ദം രംഗത്ത് വന്നപ്പോഴേക്കും, പുറപ്പെട്ടപ്പോഴേക്കും കിടിലം കൊണ്ട ജനത മയ്യത്തുകളായി, ശവങ്ങളായി മറിഞ്ഞു വീഴുകയായിരുന്നു. നിൽക്കുന്നിടത്ത് നിന്ന്, ഇരിക്കുന്നിടത്ത് നിന്ന്, കിടക്കുന്നിടത്ത് ശവങ്ങളായി മാറി ഒരൊറ്റഹാസം. ആരാ നശിച്ചത്? സമൂദ് സാലിഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു അയച്ചിരുന്ന ജനത. ഇതൊക്കെ അല്ലാഹു ചോദിക്കുന്നത് ഫസബ്ബ അലൈഹിം റബ്ബുക സൗഫ അസാബ്. ശിക്ഷിച്ചിട്ടില്ല, അതിന് വിചാരണ തന്നെ ചെയ്യിച്ചിട്ടില്ല. വിചാരണ നാളെ ആഖിറത്തിലേക്ക് വച്ചിരിക്കുന്നു. വിചാരണയില്ലാതെ കർമ്മങ്ങൾക്കുള്ള ശിക്ഷ ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു നൽകൂല. കർമ്മങ്ങൾക്കുള്ള ശിക്ഷയല്ല, ഷോക്ക് ട്രീറ്റ്മെന്റ്, പെട്ടെന്ന് മനുഷ്യനെ നശിപ്പിക്കാൻ, പെട്ടെന്ന് മനുഷ്യർക്ക് പാഠമാകാൻ, ലോകത്തെ തെറ്റിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തആല ഏൽപ്പിക്കുന്ന പ്രഹരം. അല്ലാഹു തന്നെ ഇത് പറയുന്നുണ്ട്, സൗഫ അദാബ്, ശിക്ഷയുടെ ചാട്ടയുടെ പ്രഹരം അല്ലാഹു തആല ചൊരിഞ്ഞു. ഇവരൊക്കെ പോയില്ലേ മണ്ണിനടിയിലേക്ക്, പറയപ്പെടാത്ത അവസ്ഥയിലേക്ക്, ലോകത്ത് കാണാത്ത അവസ്ഥയിലേക്ക്. എത്ര വമ്പന്മാർ! യദ്ദജുർദുൽ അസീം, പെർഷ്യൻ ചക്രവർത്തി, മഹാന്മാരായ എത്രയോ വലിയ ചക്രവർത്തിമാർ, ഓമരങ്ങളായ എത്രയോ വലിയ ചക്രവർത്തിമാർ, മൂരാറ്റികളായ എത്രയോ വലിയ ചക്രവർത്തിമാർ,
കിസ്രാമാർ എത്രയെണ്ണമാണ്? പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപന്മാർ കിസ്രമാർ, റോം സാമ്രാജ്യത്തിന്റെ അധിപന്മാർ കൈസറുമാർ, അറേബ്യയിലെയും അനേകം യമൻ കേന്ദ്രമാക്കിക്കൊണ്ട് ഭരിച്ചിരുന്ന പുതലൈമിസുമാർ, മിസ്ർ കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഫറോവമാർ, ഇറാഖ് കേന്ദ്രമാക്കി ബാബിലോണിയ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന നിംറൂദുമാർ, എത്രയെത്ര രാജപരമ്പര, എത്രയെത്ര വലിയ വലിയ വീരന്മാർ, ശൂരന്മാർ, കഴിവുറ്റവർ, ഭരണാധികാരികൾ അള്ളാഹു താല മലർത്തിയടിച്ചിട്ട് ഭൂമിക്കള്ളിയിലേക്ക് മണ്ണിന്റെ ചാരമാക്കി മാറ്റിക്കഴിഞ്ഞു. അള്ളാഹു ഇത് ചോദിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ ഏതാണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപ് പേർഷ്യയിലെ വലിയ രാജാവ് അയാളുടെ ഒരൊറ്റ മകനെ സംരക്ഷിക്കാൻ, മക്കൾ ജീവിക്കാത്ത അയാൾക്ക് ബസ്തോം ജോർ എന്ന് പറയുന്ന ഒരൊറ്റ മകനെ സംരക്ഷിക്കാൻ വേണ്ടി ലോകത്ത് പടുത്തിയെത്തിയ സ്വർഗഭവനമാണ് ഹവർണർ. وتذكر رب الخبرنات إذ عاش رفع يوما فللهدى بصير. ഹവർണത്തിന്റെ നാഥൻ, ഹവർണക്ക് കോട്ട, ഒരൊറ്റ മനുഷ്യന്റെ മേൽനോട്ടത്തിൽ പണിതിരിക്കുന്ന ഒരു വലിയ കോട്ട, കേവലം കോട്ടയല്ല, സ്വർഗഭവനം, സ്വർഗീയ സുഖമുള്ള ഭവനം. മക്കൾ ജീവിക്കാത്ത എസ്ദുർജന്റെ ഒരൊറ്റ മകനെ ജീവിപ്പിക്കാൻ വേണ്ടി മാത്രം മുടക്കിയ വലിയ നദിയുടെ കരയിൽ സുന്ദരമായി കാറ്റുകൊള്ളുന്ന എയർ കണ്ടീഷന്റെ ഉപകരണങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെടാത്ത കാലത്ത് സുഖമായി കിടന്നാൽ അന്നേരം തന്നെ ഉറങ്ങിപ്പോകുന്ന സുന്ദരമായ സ്വർഗഭവനം പണിത ഹവർണർ സിനിമ, അത് പടുത്തുയർത്തിയ മനുഷ്യൻ, അതിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസമാണ് അദ്ദേഹത്തിനെ അല്ലാഹു തആല ഈ ലോകത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു, വിശദമായ ലോകത്തേക്ക്. എന്താ ഉദ്ഘാടനത്തിന് വേണ്ടി ആളുകളൊക്കെ എത്തി. നുഅ്മാൻ എന്ന കോട്ടയുടെ അധിപനുമെത്തി, അതിൽ പാർപ്പിക്കാനുള്ള കുട്ടിയുമെത്തി. സന്തോഷത്തിന് വേണ്ടിയുള്ള ഉദ്ഘാടനത്തിന്റെ ദിവസം നിർമ്മാതാവിനെ അഭിനന്ദിക്കാനും ആദരിക്കുവാനും വേണ്ടി കൂടുന്ന ചടങ്ങിന് വേണ്ടി കാത്തിരുന്ന അയാൾ ഒരു ചെറിയ അധിക പ്രസംഗം ചെയ്തു. ഈ കോട്ടയുടെ മുഞ്ചും ഈ കോട്ടയുടെ പവിത്രതയും ഈ ഭവനത്തിന്റെ അഴകും മറ്റും വർണ്ണിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇതൊക്കെ എന്റെ കഴിവിൽ വളരെ പരിമിതമായ കഴിവുണ്ട്, നിങ്ങൾക്ക് പ്രതിഫലം തരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ സൂര്യനോടൊപ്പം കറങ്ങുന്ന ഭവനമുണ്ടാക്കാൻ എനിക്ക് പറ്റും. ലോകത്തുള്ള മനുഷ്യരാണ് പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇന്നാരാ ഉള്ളത്? ലോകത്തിന്റെ എല്ലാ ശക്തിയും പണത്തിന്റെ എല്ലാ സംഗതികളും എല്ലാം ചൂടും നശിപ്പിച്ചിട്ട് അതിശയങ്ങളും കൗതുകങ്ങളും ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ ശേഷി കൊണ്ടല്ല, വിഭവശേഷി കൊണ്ട്, മനുഷ്യന്റെ ശക്തി കൊണ്ട്, മനുഷ്യന്റെ ആരോഗ്യം കൊണ്ട് പണിതിരുന്നവരായി ഇവരൊക്കെ. നമ്മളിന്ന് അങ്ങനെയല്ല. നമ്മുടെ ജീവിതം, ഭക്ഷണം, നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ എല്ലാ വസ്തുക്കളിലും വന്ന മായം പോലെ നമ്മൾ ഈ അതിശയങ്ങളും കൗതുകങ്ങളും കാണിക്കുന്നതൊക്കെ മായത്തിലാണ്. ആരുടെയെങ്കിലും ചെലവിൽ ഏതെങ്കിലുമൊക്കെ ഉപകരണത്തിന്റെ മറവിൽ നമുക്കത് കഴിവ് പരിമിതമാണ്. സിനിമാറുണ്ടാക്കുന്നത് സ്വയമാണ്. നമ്മുടെ വലിയ വലിയ പള്ളികളുടെ മിമ്പറുകൾ നോക്കൂ. വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് ദശകങ്ങൾക്ക് മുൻപ് ജീവിച്ചവരാണ് അവർക്കുണ്ടാക്കിയത്. ആ ആചാര്യമാർ അവരുടെ സ്വന്തം